ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എൻ്റെ പുതിയ പുതിയ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കൊത്തു പൊറോട്ടേൻ്റെ റെസിപ്പിയാണ്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ എങ്ങനെ എളുപ്പത്തിൽ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ചെടുക്കാം. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള സബോള മുറിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ 2 പച്ചമുളകും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം ഇനി നമുക്കിത് മൂന്നും കൂടി ഒന്ന് വഴറ്റി എടുത്തിട്ട് വരാം. അപ്പം ഇതൊന്ന് വഴങ്ങി വരട്ടെ. ഇനി അതിലോട്ട് ഉപ്പിട്ടിട്ട് വഴറ്റി കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. പോരെങ്കിൽ പിന്നെ നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് കറിവേപ്പിലിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളിവിടെ നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി മുറിച്ച് ആഡ് ചെയ്യാം. ഇനി അതിലോട്ട് കുറച്ച് ഇഞ്ചി പേസ്റ്റും നമ്മുടെ പൊടികളും ഇട്ട് കൊടുക്കാം. പിന്നെ അതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ ഞാൻ മൊത്തം ഒരു 10 മിനിറ്റ് വഴറ്റിയെടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാലകളൊക്കെ നല്ലോണം വഴഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാവും. ഇനി അതിലോട്ട് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് മുട്ടയുടെ വഴുവഴുപ്പ് മാറുന്നവരെ നമുക്കൊന്ന് ചിക്കി ഇളക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ കറക്റ്റ് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ മുറിച്ച് വെച്ച പൊറോട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കിതെല്ലാം ഈ മസാലകളെല്ലാം പൊറോട്ടൻ്റെ മേൽഭാഗത്ത് എല്ലാവിടെയും ആവുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൊത്തു പൊറോട്ട റെഡിയായി. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി പുതിയ പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.